പാലക്കാട് നഗരസഭയിൽ ഹാട്രിക് വിജയമായിരുന്നു ബി.ജെ.പിയുടെ ലക്ഷ്യം. എന്നാൽ വിജയിച്ചെങ്കിലും ഇത്തവണ കേവല ഭൂരിപക്ഷം നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല. ജനകീയ മതേതര മുന്നണിയിലൂടെ ബി.ജെ.പി ഭരണത്തെ തടയാനുള്ള നീക്കത്തിലാണ് എൽ.ഡി.എഫും യു.ഡി.എഫും. കനത്ത തിരിച്ചടിയാണ് പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് ഉണ്ടായത്. 2015-ലും 20-ലും ഭരണം നേടിയതോടെ തങ്ങളുടെ ഉറച്ച കോട്ടയായി പാലക്കാട് നഗരസഭ മാറി എന്നതായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ഇത്തവണ 30 സീറ്റ് കിട്ടുമെന്നായിരുന്നു ബി.ജെ.പി നേതാക്കളുടെ വാദം. എന്നാൽ 53 വാർഡുള്ള നഗരസഭയിൽ 25 സീറ്റിൽ ഒതുങ്ങി. കേവല ഭൂരിപക്ഷവുമില്ല. യു.ഡി.എഫ് 18 സീറ്റ് നേടിയപ്പോൾ എൽ.ഡി.എഫ് 9 സീറ്റ് നേടി. ഒരു സീറ്റിൽ സ്വതന്ത്രനും വിജയിച്ചു. ബി.ജെ.പി ഭരണത്തിൽ എത്താതിരിക്കാൻ ജനാധിപത്യ മതേതര മുന്നണി പാലക്കാട് പരീക്ഷിക്കാനുള്ള നീക്കത്തിലാണ് എൽ.ഡി.എഫും യു.ഡി.എഫും. എന്ത് ഓഫർ ലഭിച്ചാലും ബി.ജെ.പിക്ക് പിന്തുണയില്ലെന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച എച്ച് റഷീദ്. ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭാവി കാര്യങ്ങൾ എൻ്റെ വോട്ടർമാരും എൻ്റെ നാട്ടിലെ എൻ്റെ കൂടെ സഹപ്രവർത്തകരും കൂടി ആലോചിച്ച് ഭാവി കാര്യം പിന്നീട് ഞാൻ അറിയിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും ഞാൻ ബി.ജെ.പി മതേതര കക്ഷികളോട് യോജിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകും. അതിനാവശ്യ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ല, സോറി. ഈ ബി.ജെ.പി താഴെയിറക്കാൻ ആവശ്യമായ സഹകരണങ്ങൾ വിഭാഗീയതയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ് ബി.ജെ.പി നേതാക്കളുടെ വിലയിരുത്തൽ. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.